മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങൾ കാണാതായതിൽ തുറന്നടിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. കേരളം കൂടെ നിന്നപ്പോഴും ചില സഹപ്രവർത്തകർ തന്നെ ജയിലിൽ അയക്കാൻ നോക്കി. വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി സഹപ്രവർത്തകനെ മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചവരുണ്ടെന്നും KGM-CTA ഗ്രൂപ്പിൽ ഹാരിസ് കുറ്റപ്പെടുത്തി. സൂപ്രണ്ടിനും പ്രിൻസിപ്പാളിനും എതിരെ പരാതിയില്ല, എന്നാൽ തന്നെ വന്ന് കണ്ട് സമാധാനപ്പെടുത്തിയ ശേഷം ഇങ്ങനെയൊരു വാർത്താ സമ്മേളനം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും ഡോക്ടർ ഹാരിസ് പറയുന്നു. കൊടുക്കാനുള്ള ഒരു ശ്രമം നടന്നു എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? വാട്സപ്പിലും ഒക്കെ പ്രയോഗം എനിക്ക് ഞാൻ പറയുന്നില്ല, മനസ്സിലുണ്ട്. ഇനിയും കുറച്ചും കൂടെ അവരോട്ട് നല്ല സൗഹൃദത്തിൽ പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാനവിടെ ഉള്ള സമയത്തൊക്കെയാണെന്ന് തോന്നി ഈ പരിപാടി നടക്കും. ഞാൻ അവൈലബിൾ ആണ്, സ്ഥലത്ത് അവൈലബിൾ ആണ്. പക്ഷെ എന്നിട്ടും എന്നോട് ഒരു വാക്ക് അവർ ചോദിച്ചിട്ടില്ല, ഒരു ക്ലാരിഫിക്കേഷനും ചോദിച്ചില്ല. ഫോണിൽ കൂടെ നേരിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളിനെ വിട്ടിട്ടോ എന്നിട്ട് നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് അവിടെ ഹാരിസ് അവിടെ സംഭവിക്കുന്നത്, എന്താണ്, ആരാണ് കയറുന്നത്, എന്താണ് എന്നുള്ളത് ഈ ലോകത്തിനോട് പറയുന്നതിന് മുമ്പേ ഒരു വാക്ക് എന്നോട് ചോദിക്കാൻ. ഞാൻ ഒറ്റയ്ക്ക് ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. ഒരു വലിയൊരു ശക്തി മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റില്ല. അത് നമ്മുടെ സൈഡിൽ തെറ്റുകളൊക്കെ കണ്ടുപിടിക്കാൻ ഇങ്ങനെ കുറെ പേര് കുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ടാണ്. തിരുവനന്തപുരത്ത് നിന്ന് അമൽ തേനമറമ്പിൽ നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, സത്യം തുറന്നു പറഞ്ഞതിന് 5 ദിവസമാണ് സൈക്കാട്രി വാർഡിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിന് ചികിത്സ തേടേണ്ടി വന്നത്. അവിടെയും തീർന്നില്ല, കള്ളനാക്കാനുള്ള ശ്രമമൊക്കെ കേരളം മുഴുവൻ കണ്ടതാണ്. ഇനി പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇന്നലെ 11:35 ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സന്ദേശം ഇടുമ്പോൾ എത്രത്തോളം വേദന, മനോവിഷമം ആ ഡോക്ടർ അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഒറ്റുകൊടുത്തവർ മാത്രമല്ല, ഒറ്റുകൊടുത്തവർക്ക് വെള്ളിക്കാശ് കൊടുത്തവരെ കൂടി ചോദ്യം ചെയ്യേണ്ടതാണ് ശരിക്കും. ഡോക്ടർ ഹാരിസ് ചിറക്കലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിപ്പിക്കുകയാണ് എന്നുള്ള തരത്തിലായിരുന്നു ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം വന്നത്. എന്തായാലും ഈ പറയുന്ന വിവാദങ്ങൾ തനിക്കുണ്ടാക്കിയ വിഷമങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന കാര്യം ഹാരിസ് ചിറക്കൽ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. KGM-CTA വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇന്നലെ ഈ സന്ദേശം പങ്കുവച്ചത്. ഇതിൽ പറയുന്നത് വെള്ളി നാണയങ്ങൾക്കായി ചില ആളുകൾ ജീവന് വരെ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. കേരളം കൂടെ നിന്നു, പക്ഷേ കൂടെ നിൽക്കേണ്ട ആളുകൾ ഒപ്പം ഉണ്ടായില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. പ്രിൻസിപ്പൽ, സൂപ്രണ്ട്, അതോടൊപ്പം തന്നെ DME ഉള്ളവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാമർശമുണ്ടായത്. ഈ വാർത്താ സമ്മേളനമൊക്കെ വിളിച്ചതിലെ കടുത്ത അതൃപ്തി ഈ കുറിപ്പിൽ ഹാരിസ് ചിറക്കൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ വാർത്താ സമ്മേളനമൊക്കെ വിളിക്കും മുമ്പ് തന്നെ ഒന്ന് വിളിച്ച് തൻ്റെ ഭാഗം കേൾക്കാമായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഈ ഹാരിസ് ചിറക്കലിനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് മുൻപ് തന്നെ ഹാരിസ് ചിറക്കലിൻ്റെ ഓഫീസിലെത്തി അവിടുത്തെ ആ ഓഫീസ് തുറന്ന് അകത്ത് പരിശോധന നടത്തി. ഒരു ഉദ്യോഗസ്ഥൻ, സസ്പെൻഷനിലൊന്നുമല്ല, നിലവിൽ അവധിയിൽ മാറി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അത് ആ വകുപ്പിൻ്റെ മേധാവിയാണ്. ആ മേധാവി അറിയാതെ ഒരു ഓഫീസിലേക്ക് ഒരു അന്വേഷണ സംഘം എത്തി അവിടെ പരിശോധന നടത്തി മടങ്ങുക എന്നൊക്കെ പറയുന്നത് അനുചിതമായ കാര്യമില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹാരിസ് ചിറക്കൽ അന്ന് തന്നെ ചില അതൃപ്തികൾ രേഖപ്പെടുത്തിയിരുന്നു. KGM-CTA പ്രതിനിധികളോട് ഈ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തിരുന്നു. ഈ വിവരങ്ങൾ KGM-CTA പ്രതിനിധികൾ മന്ത്രിയുമായി അടക്കം നടത്തിയ ചർച്ചയിൽ അവർ പറയുകയും ചെയ്തതാണ്. ഈ പറയുന്ന പ്രധാനപ്പെട്ട ആളുകളെ ഒപ്പം നിൽക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുകയും അത്തരം കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുകയും എന്നാൽ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളെ തിരിച്ചറിയണമെന്നും ഇവരെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ഒഴിവാക്കണം, ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യം KGM-CTA ഉദ്യോഗസ്ഥർക്കിടയിൽ ശക്തമാണ്. അത്തരത്തിലുള്ള ചില ആലോചനകൾ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിൻസിപ്പൽ, സൂപ്രണ്ട്, DME ഈ 3 പേരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്തായാലും ഹാരിസ് ചിറക്കലിന്റെ ഇപ്പോഴത്തെ കുറിപ്പും അതിനുശേഷം വന്ന പ്രതികരണവും ഉണ്ടായിരിക്കുന്നത്.